കോളേജിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ സിബിച്ചൻ കളരിക്കൽ, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയി നമ്മെ നയിക്കുകയും നമ്മെ നടത്തുകയും നമ്മെ തിരുത്തുകയും നമ്മുടെ എല്ലാമായിട്ട് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു 2005 മുതൽ ഈ പ്രദേശത്തിൻ്റെ നിറസാന്നിധ്യമായിരിക്കുന്ന പ്രിൻസിപ്പൽ പ്രീത TL വീണ്ടും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് മിസ്സസ് AR ഫാത്തിമ, അതുപോലെ മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾ. സുഷമ ടീച്ചറിനെ പെട്ടെന്ന് പരിചയപ്പെട്ടു. ഇതിലും ഈ പ്രോഗ്രാം ഇതുപോലെ ആസൂത്രണം ചെയ്യുവാനും ഈ സ്ഥാപനത്തെ ഇവിടെ ഇങ്ങനെ നിലനിർത്തുവാനും ഇവിടെ നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ സൗരഭ്യവും വെളിച്ചവും ഇതിൻ്റെ സാന്നിധ്യവും ഇതിൻ്റെ സാങ്കത്യവും ഒക്കെ ആഗോള ലോകത്തേക്ക് പ്രസരിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് പരിശീലനം നൽകുവാനായിട്ട് രൂപഭാവന ചെയ്തിരിക്കുന്നതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ പ്രദേശത്തിലെ വ്യക്തികൾ, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ. ഇവിടെ മനോഹരമായ ഡാൻസ് വന്ദന പ്രോഗ്രാം നടന്നപ്പോൾ പറയുകയാണ്, അതിൽ നടത്തിയ കലാകാരി നമ്മുടെ സമീപ സ്കൂളിലെ ടീച്ചറിൻ്റെ മകളാണ് എന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തി. ഞാൻ വലിയൊരു കാര്യങ്ങൾ ഒരു പ്രഭാഷണമാണ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോടൊപ്പം കുറച്ച് സമയമായിരിക്കുന്നത് ആസ്വദിക്കുക, നിങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ നിന്ന് പഠിക്കുക, നിങ്ങളോടൊപ്പം ആയിരിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വീട് കിട്ടുന്ന അസുലഭ അവസരമാണ്. അത് നഷ്ടപ്പെടുത്താതെ, അതുകൊണ്ട് ഞാൻ ചൂഷണം എന്നൊരു വാക്ക് തന്നെ ഉപയോഗിച്ചത്. അത്രമേ നിങ്ങൾ എങ്ങനെ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ വന്നപ്പോൾ, അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു വാക്കാണ്, എൻ്റെ വിദ്യാർത്ഥികൾ. കേട്ടോ, ഈ തളർത്തോണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിലെ അനുഭവങ്ങളിൽ ഞാൻ പറയും, നിങ്ങൾ തകർത്തോണം ഈ വാക്ക്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നട്ടുവെച്ച് പടർന്ന് പ്രസരിപ്പിക്കത്തക്ക ഒരു പദമാണ്, എൻ്റെ വിദ്യാർത്ഥിയാണ്. സത്യത്തിൽ ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള എൻ്റെ അധ്യാപകരെ എനിക്ക് പകർന്നു നിന്ന് എന്നെ ഞാനാക്കി മാറ്റിയ അനുഭവങ്ങളുടെ ആകെ തുകകളുടെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. നിങ്ങൾ ഒന്നാണോ, ഒരു വർഷമാണോ 2 വർഷമാണോ എനിക്കറിയില്ല. ഇപ്പം B.Ed ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ 1 വർഷമുള്ളായിരുന്നു. എന്നാൽ ഈ ടീച്ചറിൻ്റെ കൂടെ ആയിരിക്കുന്ന അത്രയും ദിവസം എൻ്റെ വിദ്യാർത്ഥികൾ എന്നുള്ള ആ ഒരു ചിന്ത, നിങ്ങളെ ഈ സ്റ്റേജിൽ വെച്ച് വഴക്ക് പറയുമ്പോൾ, നിങ്ങളെ ശാസിക്കുമ്പോൾ, നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ, നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുമ്പോൾ ഒക്കെയും ഓർത്തോളുക, എൻ്റെ വിദ്യാർത്ഥികളായതുകൊണ്ടാണ്, എൻ്റെ മക്കളായതുകൊണ്ടാണ്, എൻ്റെ സ്വന്തമായതുകൊണ്ടാണ് നിങ്ങളോട് ടീച്ചർ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശം പറിച്ചു നൽകുന്നത്. ഇപ്പം നിങ്ങളിത് മനസ്സിലാകില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക തലങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് 10, 15, 25 വർഷങ്ങളൊക്കെ കഴിഞ്ഞ്, ഒരുപക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ ദിവസത്തിന്റെ മഹത്വം എത്ര വലുതാണ്, ഈ അധ്യാപകരുടെ മഹത്വം എത്ര വലുതാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. സിബിച്ചൻ കളരിക്കൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പരിധിവരെ സഹപ്രവർത്തകനാണ്. മറ്റൊരു അംശത്തിലെ അദ്ദേഹം എൻ്റെ കൂടി ആചാര്യനാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്കറിയാമോ, കലയുടെ സംഗീതത്തിന്റെ മേഖലകളിലെ എല്ലാ രംഗങ്ങളിലും അച്ഛന് തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം കണ്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രായമെത്തി പ്രവർത്തന രംഗങ്ങളിലേക്ക് തുടങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും വെറുതെ 1 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സഭ പ്രത്യേകം കണ്ടെടുത്ത് ഈ സ്ഥാപനത്തിൻ്റെയും നിങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഈ സിബിച്ചൻ അച്ഛനാണ്. ഞാനിവിടെ സ്റ്റേജിൽ നിന്നപ്പോൾ പെട്ടെന്ന് ഓർത്തിയതാണ്, SB കോളേജിൻ്റെയും ബാംഗ്ലൂരിലെ കോളേജുകളുടെയും ഒക്കെ സ്റ്റേജുകളിൽ നിറഞ്ഞാടി നൃത്തം ചെയ്ത് പാട്ടുപാടി ദേവാലയങ്ങളിൽ നമ്മുടെ പല പിന്നണി ഗായകരും സ്റ്റേജിൽ പരിപാടികൾ നടത്തുമ്പോൾ അച്ഛൻ അതിൻ്റെ മുഴുവൻ ഡയറക്ടറായിട്ട് നിന്ന് നമ്മുടെ പഴയ ആബേലച്ഛനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കലകളും സംഗീതവുമായി ബന്ധപ്പെട്ടവരെ കൈപിടിച്ചുയർത്തിയ ഒരു വലിയ പാരമ്പര്യം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്.
അതുകൊണ്ടാണ് 7 വർഷമായിട്ട് ഈ കാമ്പസിനകത്ത് കാര്യം തുറന്ന് ഞാൻ അച്ഛൻ വിളിച്ച് ഉടനെ ഞാൻ സമ്മതിച്ചത്. ഇന്നലെ രാത്രി ഒരു 2 മണി 3 മണിയോട് കൂടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ രാവിലെ തന്നെ ഒരു വഴിക്ക് പോയതാണ്. ഇന്ന് ഇത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഹൈറേഞ്ചിന് യാത്രയാകും. പക്ഷെ എൻ്റെ മുഖ്യ ജോലി ഇന്ന് എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ കർമ്മത്തിലേക്കൊന്നും കടന്നില്ല കേട്ടോ. ഇപ്പോഴും കാര്യങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞു, ചൂഷണം ചെയ്ത് പറഞ്ഞാൽ അതാണ്. നിങ്ങളൊക്കെ എൻ്റെ കുറേ കാര്യങ്ങൾ പറയാൻ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പഴയ കാര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. എൻ്റെ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നത് അരിയിട്ട് അതിലെഴുതി തരി മണലിൽ വിരലൊഴുകി അക്ഷരം തലപ്പൊട്ടും നൊപ്പരം അറിയാതെ നമ്മൾ വളരുന്നു ഇന്നിൽ ഏതോ റീനോട്സിൽ വർക്ക്ബുക്കിൽ മോഡേൺ കമ്പ്യൂട്ടർ ഡെസ്കിൽ. നുണ്ണും തല്ലും തരിമണലും എന്ന് പറയുന്ന ഒരു കവിത. എൻ്റെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആശാനാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കളരി ആശാന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചില പേര് കളരിക്കുന്നു. കളരി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. നമ്മുടെ ആയുധത്തിൻ്റെ കലകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ആയോധന കലകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ കുംഫുവും കരാട്ടയും ഇതൊക്കെയും തന്നെയും ഇതിൻ്റെയൊക്കെ ബാലപാഠങ്ങളിലേക്ക് കടന്നാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തമായ കളരി അഭ്യാസവുമായിട്ട് കലകളുമായിട്ട് നൃത്തവുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് കളരിയിലാണ്. എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് ഉള്ള ആ ഒരു കളരിയല്ല. നിങ്ങളിൽ പലരും നിങ്ങൾ ആരും തന്നെ പഠിച്ചോന്ന് എനിക്ക് സംശയമാണ്. കളരി വെച്ച കളരി പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ എനിക്കറിയില്ല. കളരി എന്ന് ഉദ്ദേശിച്ച നിലത്തെടുത്ത് ആശാന്റെ കളരിയാണ്. അതാണ് അരിയിട്ട് അതിലെഴുതി ഹരിശ്രീ എണ്ണപ്പത്തായ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അരിയിട്ട് അതിലെഴുതി ആദ്യത്തെ അക്ഷരം ആദ്യാക്ഷരം കുറിച്ചു. അരിയിട്ട് അതിലെഴുതി തരി മണലിൽ വിരലൊഴുകി ആദ്യം അരിയിലെഴുതി, കാരണം കൈ നോക്കരുത്. പിന്നെ തരിമണലിലേക്ക് പോവുകയാണ്. തരിമണലിൽ വിരലൊഴുകുകയാണ്. എന്തിനു വേണ്ടി? അക്ഷരങ്ങളെ ഉള്ളിൽ ഉറയ്ക്കുവാൻ വേണ്ടി. തരിമണലിൽ വിരലൊഴുകി അക്ഷരം തലപൊട്ടും നൊമ്പരം. അവിടെ അക്ഷരത്തിന്റെ തളിൽ പൊട്ടുകയാണ്. തളിൽ പൊട്ടുമ്പോൾ എവിടെയാണ് നൊമ്പരം ഉണ്ടാകുന്നത്? നിങ്ങൾ ആ ഭാവാത്മകമായ നൃത്തശില്പത്തിനിടയിൽ ശ്രദ്ധിക്കുകയാണ്. താമരപ്പൂക്കളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന ഓരോ പൂക്കളും വിടർന്ന് പരിലസിക്കുമ്പോഴാണ് ഇത് പ്രപഞ്ചത്തിലേക്ക് വളരുന്നത്. ഈ വളർച്ചയിൽ ഒരു നൊമ്പരമുണ്ട്. പൂവ് വിടരുമ്പോൾ ഒരു നൊമ്പരമുണ്ട്. അതുപോലെ അക്ഷരത്തിന്റെ തളിര് പൊട്ടുമ്പോൾ ഒരു ചെറിയ നൊമ്പരമുണ്ട്. ആ നൊമ്പരം എവിടെയാണ് ആരംഭിക്കുന്നത്? തരി മണലിൽ വിരലൊഴുകുമ്പോൾ. തരി മണലില് വിരല് ഒഴുകുമ്പോൾ ആ എന്നാണ് അന്ന് ഞങ്ങൾ എഴുതി പഠിച്ചത്. ഇന്ന് ഒരാശാനും ആ എഴുതിയിട്ടില്ല. ആശാൻ എന്താണ് എഴുതുന്നത്? റായേ എഴുതിയിട്ടുള്ളൂ. അതാകുമ്പോൾ എല്ലാവർക്കും തെറ്റാതെ എഴുതാനായിട്ട് പറ്റിയ ഏകദേശം. പിന്നെയാണ് അക്ഷരങ്ങൾ ഓരോന്നോരോന്ന് തുടങ്ങുന്നത്. കാരണം കാലഘട്ടം ലോക വിജ്ഞാന ജ്ഞാന അറിവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അക്ഷരങ്ങളെല്ലാം ചുരുങ്ങിപ്പോയി. എങ്ങോട്ട്? ഈ പ്രപഞ്ച അനുഭവത്തിന്റെ ഭാവങ്ങളിലേക്ക്, അതിന്റെ ഗരിമയിൽ നിന്നും ഒരു ഒതുക്കലിലേക്ക് കടന്നു. അത് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. കാരണം കുഞ്ഞു കൊച്ച് അവൻ ജീവിതത്തിലേക്ക് പാദം വെച്ചിട്ട് എടുക്കാമെന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് വലിയ മലയാളത്തിലെ ആയും എത്ര അക്ഷരമോ മലയാളത്തില് എത്രയാണ്? മലയാളം പഠിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെച്ച് എന്നെ വിളിച്ചത് കേട്ടോ. മലയാളത്തിൽ എത്ര അക്ഷരമുള്ളൂ? നിങ്ങൾ ടീച്ചേഴ്സ് ആണല്ലോ. ക്ലാസ്സിൽ ഏതെങ്കിലും വീഡിയോ വരികയല്ലേ നിങ്ങളല്ലേ? മലയാളത്തില് എത്ര അക്ഷരമുണ്ട്? തെറ്റുന്നതിൽ ഭയപ്പെടരുത്. എത്രയാ? 56 54 ഇവിടെ ഒരു രക്ഷയില്ലേ. ഇത് നന്നായിട്ട് വിദ്യാഭ്യാസം നേടിയ ഞാൻ പരാജയപ്പെട്ടു. 51 അക്ഷരം എന്ന് പറയുമ്പോൾ ചോദിക്കുക എന്താണ് ഉറപ്പ്? 51 അക്ഷരം വെച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വെച്ച് പിടിക്കാൻ പോവുകയാണ്. അവൻ എണ്ണി നോക്കിയിട്ട് പറയും ടീച്ചർ ഇത് 51 ടീച്ചർ എന്താ വന്നിരിക്കുന്നത്? ടീച്ചർമാരാണ് പോലെ കേട്ടോ. ചെന്നോട് ചോദിക്കും പക്ഷെ ഇത് 56 കാണുന്നുണ്ട്. ആശാൻ അക്ഷരം ഒന്ന് വിടച്ചാൽ 56 വിടയ്ക്ക് ശിഷ്യന് ഞങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. 56 മലയാളത്തിലെ അക്ഷരം കൊച്ചെഴുന്നേറ്റ് നമ്മളോട് ചോദ്യം ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ഇല്ല മോനെ 51. പോയി പണി നോക്കാൻ പറയും കൊച്ചു കൊച്ച് ഇല്ലേ? കൊച്ചു പറയും ടീച്ചറിന് കൈ വെച്ചാൽ മതി. ഇല്ലേ ഞങ്ങൾ എത്ര എണ്ണിട്ട് ഇത്രയാ ടീച്ചർക്ക് ശരിയാകുന്നില്ല. ഇപ്പൊ പിന്നെ എത്രയാ? ആർക്കെങ്കിലും ഒന്ന് ഇച്ചിരി 51 തെളിയിക്കാൻ പറ്റുമോ? എന്തെങ്കിലും എവിടെ ഒരു രേഖ എഴുതപ്പെട്ടില്ല 51 അക്ഷരമാണ് കറക്റ്റ് മലയാളത്തിലുള്ളത്. ഞാൻ പറയാം
51 അക്ഷരാളി കലിത തരിലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോട് പൂക്കുന്ന ചിന്തുന്ന കുസുമലതയിലെന്തുന്ന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മനോഹരമായ ഒരു ശ്ലോകമാണ്. ഇതൊരു ചമ്പു തുടങ്ങിയിരിക്കുന്നതാണ്. ഭാഷ നൈഷതം ചമ്പു. ചമ്പു എന്ന് പറയുന്നതിന് അടുത്ത പ്രശ്നത്തിലേക്ക് പോകും. നമുക്ക് നാടകം, കവിത, മഹാകാവ്യം, അതുപോലെ തന്നെ ഭാവകാവ്യങ്ങൾ, തുള്ളൽ പാട്ടുകൾ, ഇങ്ങനെ അനേകം ഭാഷാ രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അങ്ങനെയുള്ളതിൽ ഒന്നാണ് ചമ്പുക്കൾ. ആ ചമ്പുക്കളിൽ ഒരു പ്രധാനപ്പെട്ട ചമ്പുവാണ് ഭാഷാ നൈഷത ചമ്പു. ലൈബ്രറിയിലൊക്കെ പോയി നോക്കിയാൽ ഭാഷാ നൈഷത ചമ്പു എന്നൊരു ചെറിയ പുസ്തകം, ഏതാണ്ട് ഇത്രയും കനമുള്ള ഒരു പുസ്തകം കാണാം, ഭാഷാ നൈഷത ചമ്പു. അപ്പൊ ആ ഭാഷാ നൈഷത ചമ്പുവിന്റെ വന്ദന ശ്ലോകം തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 51 അക്ഷരാളി കലിത തരുലതേ വേദമാകുന്ന ശാഖി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങി തന്നിരിക്കുന്നു. ഇപ്പൊ നമുക്ക് സംശയം കൂടാതെ പറയാം, മലയാളത്തിലെ 51 അക്ഷരങ്ങളാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിച്ചത്. നല്ല ഒരു ഓണം തകർത്ത് കളയുകയാണ്. എന്താ ആകെ ബോറടിപ്പിക്കുന്ന അക്ഷരവും ഭാഷയും പിള്ളേരെ 7 വട്ടം ഓടുന്ന കാര്യവും പറഞ്ഞു. ഈ അച്ഛനെ എവിടെ നിന്ന് കിട്ടിയോ മലയാളത്തില് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതുപോലെ ബോറടിപ്പിച്ച അച്ഛൻ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തുന്നില്ല. 51 ഉറപ്പിച്ചിട്ട് ഒരു അക്ഷരം വരച്ചതിന് കേൾക്കാന്ന് വെച്ചിട്ട് ഒരു നിവൃത്തിയുമില്ല. എന്താണ് അവസ്ഥ അല്ലേ? കോട്ടെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്താ ഈ തകർത്തോണം എന്ന് പറയാൻ കാരണം? ഓണമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. നല്ല ഒന്നാന്തരം ഒരു സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പറയുകയാണ്. തകർത്തോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിനിമയിലെ കലാകാരന്മാരെ, അതിലെ കഥയെ, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി അവയെക്കുറിച്ച് നല്ല ഒന്നാന്തരം ഒരു നിരൂപണം എഴുതി സകല മാധ്യമ പത്രങ്ങളെ ശ്രദ്ധിക്കപ്പെടത്തക്ക രീതിയിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഏറ്റവും ഉന്നതകളിൽ എത്തിയൊണ്ട് തകർത്തോണം എന്നാണ് പറയുന്നത്. ഇതുപോലെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ വർഷം ഈ സ്ഥാപനം ഈ വർഷത്തെ ഓണാഘോഷത്തിന് നൽകുന്നത് തകർത്തോണം. ഞാൻ കണ്ടിട്ട് മടുത്ത്. ഞാൻ ഈ കഴിഞ്ഞ ബസ് യാത്ര തന്നെയാണ് കൂടുതലായിട്ട്. പലയിടത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളെ തകർത്തോണം, വെച്ചോണം, ഓർത്തോണം, എടുത്തോണം, പരിസ്ഥിതിയെല്ലാം അങ്ങനെ കണ്ടേക്കുക. അവസാനം ഇന്നലെ മനോരമ പത്രമാണ് ഞെട്ടിപ്പോയി. ക്രിക്കറ്റ് ഓണം, ഇതിന്റെ അർത്ഥവും മനസ്സിലാകുന്നില്ല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കേരളക്കാർ വായിക്കുന്ന പത്രമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭാഷാപരമായിട്ട് ആശ്രയിക്കുന്ന പത്രം മാതൃഭൂമിയാണ്. പക്ഷേ മനോരമ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എവിടെ ചെന്നാലും മനോരമയുണ്ട് കേരളത്തിൽ മുഴുവൻ. ആ മനോരമയിലെ ക്രിക്കറ്റ് ഓണം എന്നുള്ളത് ക്രിക്കറ്റ് ഓണം കിട്ടിയിരിക്കുന്നു. ക്രിക്കറ്റ് ഓണം, തകർത്തോണം, എടുത്തോണം, ചെയ്തോണം, നിന്നോണം എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. കുറ്റം പറയില്ല കേട്ടോ. അത് അത് അവിടെ ആ ആപ്റ്റ വേടാണ് ആ പടവിലായിട്ട് ചേർന്നിട്ടുണ്ട്. കുറ്റമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ എല്ലായിടത്തും നമ്മൾ എന്തെങ്കിലും ചെയ്തോണം, അത് ചെയ്തോണം, ഇതെടുത്തോണം. ഇവിടെ വന്നിട്ട് ടീച്ചറിനെ നിങ്ങളെ കാണണം ഞാൻ മുതല് സിബിച്ചനത്തിന് അങ്ങനെ പറയാമെന്ന് എനിക്കറിയാം. അതിലൂടെ ആ ശീലമായോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അത് ചെയ്തോണം, ശ്രദ്ധിച്ചോണം, ഗസ്റ്റ് വരുന്നുണ്ട്, പ്രൊഫഷണൽ വരുന്നുണ്ട്, നിങ്ങൾ ഭംഗിയായിട്ട് പെരുമാറിക്കണം, അങ്ങനെ ചെയ്തോണം, ഇങ്ങനെ ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് കൗതുകത്തോടെ ആസ്വദിച്ചൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ശാന്തിയോടെ ഭവ്യതയോടെ ഇരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെതായ പവിത്രതയും ഭവ്യതയും എല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ വന്നിട്ടുണ്ടോ എടുത്തെറിയുന്ന സ്വരത്തിൽ എന്തോ പറഞ്ഞില്ല. എന്തോ പറഞ്ഞോളില്ല. എന്താ പറഞ്ഞാൽ ചെയ്തോണം എന്നുള്ള ഒരു അർത്ഥം വരുത്തുന്ന രീതിയിൽ ശ്രദ്ധിച്ചോണമെന്ന് തുടങ്ങിക്കണം. എന്തോ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ടീച്ചർ ശരിക്കും അങ്ങനെ പെരുമാറാതെ ഒരിക്കലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇനി അത്രയും സ്വരത്തിലാണോ പറയുന്നത്, ഇച്ചിരി സ്വരത്തിലാണോ പറയുന്നത്, ഭവ്യതയോടെയാണോ പറയുന്നത്, വളരെ ആഘോഷത്തോടെ ടീച്ചറിന് ഒരിക്കലും പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം ടീച്ചറിനുള്ള ആ കഴിവ് അതിന്റെ സ്വാഭാവികതയോടെ എത്തി ഇവിടെ വന്ന് ആദ്യത്തെ ഭാഗം ശ്രദ്ധിച്ചോണമെന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പഴയ എൻ്റെ 1ാം ക്ലാസ്സിലെ അനുഭവത്തിലേക്ക് ഞാൻ വളരെ ഭവ്യതയോടെ ഇരുന്നു. ഇവിടെ അത് തെളിവാണ്. ടീച്ചർമാർ എപ്പോഴും അങ്ങനെയായിരിക്കണം. ചിലയിടത്ത് നമ്മൾ കമാൻഡ് ചെയ്യണം, ചിലയിടത്ത് നമ്മൾ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ട് കൊടുക്കണം, ചിലയിടത്ത് നമ്മൾ കളിപ്പാവകളെ പോലെ വീട് കൊടുക്കണം. എന്തിനും നമ്മൾ തയ്യാറാണ്. നിങ്ങളെ നയിക്കുന്നത് എനിക്കറിയില്ല. ഇന്നത്തെ സമൂഹത്തെ നയിക്കുന്ന ഇളതലമുറയെ നയിക്കുന്ന മുഴുവൻ യൂട്യൂബുകളും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും അവിടെ നിന്ന് ഇറങ്ങുന്ന ദൃശ്യചിത്രങ്ങളിലൂടെയാണ് പലതും ഡാൻസ് പോലും കലകൾ പോലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
കാലോചിതമായ രീതിയിൽ എളുപ്പമായ രീതിയിലുള്ള എങ്ങനെ കടന്നുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഓണത്തിന്റെ സന്ദേശത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഓണത്തിന്റെ സന്ദേശം? ഞാൻ ഇച്ചിരി കൂടെ ബോറുള്ള വിഷയത്തിലേക്ക് കടക്കാൻ പോയി. ഇപ്പൊ തന്നെ ബോറടിച്ചു. ഓണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ മുഴുവൻ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങളോട് എന്നാ പറയണം, പക്ഷെ എനിക്കൊരു മഹാദോഷമുണ്ട്. ഞാൻ ഒരിക്കലും ഒരുങ്ങുന്ന ഒരു പരിപാടിയില്ല. ഏത് പബ്ലിക് സ്പീക്കിംഗ് അല്ല, എന്ത് കാര്യം വീട്ടിൽ പെരുന്നാൾ പ്രസംഗം കിട്ടിയാൽ ഞാനെങ്ങ് ഒരുങ്ങാൻ ഒത്തുമില്ല, ഒന്നുമില്ല. കാരണം അവിടെ ഞാനൊരു നിയോഗം കാണാറുണ്ട്. ഞാൻ ആരോട് എന്ത് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതല്ലാതെ മറ്റൊരു കാര്യത്തിന് എൻ്റെ അല്ലെ ഞാൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലാതെ തന്നെ കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് ഞാനെന്തിനാ ഉൾക്കട്ടപ്പെടുന്നു? അവിടെ ഞാൻ വെറുതെ നിന്നെയും പോരുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും എപ്പോഴും ചിന്തയിലുണ്ട് ഇവിടെ വന്ന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഗാർഡനിലെ 2 പേരുണ്ട്. ഒന്ന് ഒരു ബാബു ചേട്ടനുണ്ട്, പിന്നെ പാപ്പണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന സുദേശനുണ്ട്. സുദേശനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ശങ്കരാവണത്തിലെ സുന്ദരമായ ഗാനം എവിടെ നിന്നോ കേൾക്കുന്നു. ഞാൻ 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിൽ ഇറങ്ങി ഇച്ചിരി മാറി നിൽക്കുന്നു. ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ പാടുകയാണ്. ഞാനിത് യൂട്യൂബിലെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്ര സുന്ദരമായിട്ട് അദ്ദേഹം ജോലി ചെയ്തതിനിടയിൽ ഒരു മനോഹരമായിട്ട് ആ ഗാനം ആലപിക്കുകയാണ് അദ്ദേഹം. എപ്പോഴും ഞാൻ ഇവരുടെ 2 പേരുടെയും കാര്യം പറഞ്ഞത്, ഞാൻ ആ ഗാർഡനിലൂടെ നടക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള സന്ദേശം എല്ലാം തരികയാണ്. അവിടെ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ ഇതളം അപ്പുറയോട് മാറി അവിടെ ചെറുതായിട്ട് തലപൊക്കി വരുന്ന ഒരു കൊച്ചു ചെറിയ ചെടി, ഇനി അവിടെ എല്ലാം കിടക്കുന്ന ഓരോരോ പൂക്കൾ, ഇതെല്ലാം വിവിധ ആകൃതികളിലുള്ളതാണ്, വിവിധ വർണ്ണങ്ങളിലുള്ളതാണ്. ഒരു പൂക്കളത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ ആ പൂക്കളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂവ്. തുമ്പപ്പൂവിന്റെ ഷേപ്പ് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അല്ലേ? അത് കണ്ടിട്ടില്ലേ? ശരിക്കും കാലിന്റെ പദമാണ്. നമ്മൾ വേദിയിൽ ഇറങ്ങിയ ആരെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഒരാളെ അപമാനിക്കണമെങ്കിൽ, ഞാൻ ഇച്ചിരി കൂടി പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അച്ഛൻ സമയം കഴിഞ്ഞും നിങ്ങൾ കൈ പതുക്കെ പാദത്തിലേക്ക് നീങ്ങും. എന്തിനാ? ഞങ്ങളുടെയൊക്കെ കാലം ചെരുപ്പുണ്ട് എന്ന് കാണിക്കാം അല്ലേ? അപ്പൊ ആ ചെരുപ്പിന്റെ ആകൃതിയില് സ്രഷ്ടാവ് സൃഷ്ടിച്ചു വെച്ച ഒരു പുഷ്പമാണ് തുമ്പപ്പൂ. മാവേലി ഓരോ പൂക്കളെ സന്ദർശിച്ച് വരുമ്പോൾ എല്ലാ പൂക്കളും അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ മാവേലി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ ജന്മത്തിന് സാഫല്യം ഉണ്ടാകുമായിരുന്നു. മഹാബലി വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ പൂക്കളം ദർശിക്കാനായിട്ട് വരുമ്പോൾ എനിക്ക് പൂവായി ജനിക്കാനായി ലഭിച്ചിരിക്കുന്ന ഈ ജന്മത്തില് ഒരു നിമിഷം ആ കണ്ണ എൻ്റെ മേലൊന്ന് അയച്ചിരുന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പൂക്കളും. അപ്പോൾ തുമ്പപ്പൂ അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ഒരു കാരണവശാലും മഹാബലി എന്നെ നോക്കില്ല. കാരണം എൻ്റെ ഷേപ്പ് തന്നെ ചെരുപ്പിൻ്റെ ഷേപ്പാണ്. ഇനി അന്നത്തെ കാലത്താണ് ഒരുപക്ഷെ മെതിയടിയുടെ ഷേപ്പായിരിക്കും. എന്തിനാ മെതിയടി ഇല്ലേ? ഏത് അഴുക്കിലൂടെ എങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തോ നമ്മുടെ ദേഹത്തോ നമ്മുടെ വ്യക്തിത്വത്തിലോ യാതൊരുവിധ മാലിന്യവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് ശേഷം പുറത്തിടുന്നതുമായ ചെരുപ്പിന്റെ ഷേപ്പിലെ ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തുമ്പപ്പൂ വിചാരിക്കുകയാണ് ഒരിക്കലും മാവേലി എന്നെ നോക്കുകയില്ല എന്ന്. പക്ഷെ മാവേലിയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വരികയാണ്. മധ്യഹൃത്തടങ്ങളിൽ വിളയും ദുഃഖത്തിന്റെ മുത്തുവാരുവാനത്രേ താണുപോയി മത്ഛേദന. മധ്യ ഹൃത്തടങ്ങളിൽ വിളയും ദുഃഖത്തിന്റെ മുത്തുവാരുവാനത്രേ താണുപോയി മത്ഛേദന. എന്റെ ആത്മാവും എന്റെ ഹൃദയവും എല്ലാം എന്തിനു വേണ്ടി ദാഹിക്കുന്നു? മനുഷ്യ ഹൃദയങ്ങളിലെ വിളയുന്ന ദുഃഖത്തിന്റെ മുത്തുകൾ വാരുവാൻ വേണ്ടി താണുപോയ ഒരു ചേതനയാണ് എനിക്ക് ഉള്ളത് എന്നുള്ള ആ ഒരു ഭാവം മഹാബലിയില് രൂപപ്പെട്ടിട്ട് ആ വർഷത്തെ മാവേലി ഒരു പൂ തിരഞ്ഞെടുക്കുകയാണ്. ഈ കാലിന്റെ ഷേപ്പുള്ള അപകർഷതാബോധത്തിന്റെ അങ്ങേയറ്റത്തില് വേദനിച്ച് വിങ്ങിരിച്ച് ആരും തന്നെ നോക്കുകയില്ല എന്ന് കരുതിയിരുന്ന ആ തുമ്പപ്പൂ എടുത്തിട്ട് തന്റെ കിരീടത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയില് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇതിൽ ഫലം പൂക്കൾക്ക് സാഫല്യം കിട്ടുവാൻ എന്തുണ്ട്? മറ്റെല്ലാ പൂക്കളും നോക്കി നിൽക്കെ ഏറ്റവും നിസ്സാരവും ആർക്കും വേണ്ടാത്തതുമെന്ന് കരുതിയിരുന്ന ഒരു പൂവിനെ എടുത്ത് തന്റെ സ്വർണ്ണ കിരീടത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ പ്രതിഷ്ഠിച്ച ആ ഒരു ചിത്രം
ആ മനോഹരമായ ഒരു ചിത്രം തകർന്നത് നമുക്ക് തകർത്തുന്ന വീണ്ടും വല്ലതും നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിച്ചത് ഈ ഓണ സന്ദേശമാണ്. ഇപ്പൊ ഓണം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം, ഏറ്റവും എളിയവരിലേക്ക് തന്റെ എല്ലാം ആയവ മുഴുവൻ സമർപ്പിക്കുന്ന വലിയ ഒരു അവസരം നമുക്ക് തരുന്നു. ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അതിലേക്ക് നാം എല്ലാവരും ഒന്നായിട്ട് വരുമ്പോൾ ഗന്ധം കൊണ്ട്, ആകൃതി കൊണ്ട്, ഗുണം കൊണ്ട് ഒക്കെ വിശിഷ്ടമായ പൂക്കളൊക്കെയും പെട്ടെന്ന് ആദ്യ അല്പ അസൂയയുടെ ആണെങ്കിലും പിന്നെ അങ്ങേയറ്റ ആമോദത്തോടു കൂടി ആ സന്ദർഭത്തെ സ്വീകരിക്കുകയാണ്. ഞാൻ എത്ര നിസ്സാരനാണെങ്കിലും എത്ര കഴിവുകെട്ടവനാണെങ്കിലും ആ മാവേലി തമ്പുരാൻ തന്റെ തിരുമുടി ചാർത്തില് ഈ ചെറു പുഷ്പത്തെ, എളിയ പുഷ്പത്തെ സ്വീകരിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്, അത് കൃത്യമായി നിർവഹിക്കപ്പെടും എന്നുള്ള ഒരു ആശ്വാസം. ഇതെന്തിനാ ഓണ സന്ദേശമാണോ? ഇത് അല്ല, ഇത് ഈ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയുന്നത് അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശമാണ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന, നമ്മുടെ മുൻപിലേക്ക് ദൈവം എടുത്തു വയ്ക്കുന്ന ആ കുഞ്ഞുങ്ങളില് ഏറ്റവും വേദനയോടെ ദുഃഖത്തോടും കൂടി എനിക്കിത് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്നെല്ലാം ഓർത്ത് വേദനിച്ചിരിക്കുന്ന കൊച്ചിന് ആശ്വാസവും ആവേശവും അതിന്റെ വ്യക്തിത്വത്തിന് ആർജവും കൊടുക്കുവാനുള്ള ഒരു വലിയ സന്ദേശം ഓണം നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ വന്ന പോയിട്ട് ഇതുവരെ എത്തിയില്ല, എൻ്റെ ഹൃദയത്തിലിരുന്നു. എന്താണ് ആ പൂക്കളെല്ലാം കണ്ടപ്പോൾ തോന്നിയെന്നത്? അത് മറ്റൊന്നുമല്ല, ഈ ഓരോ പൂക്കൾക്കും ഓരോ നിയോഗമുണ്ട്. പൂക്കൾക്ക് മാത്രമല്ല, എല്ലാ സസ്യജല നിങ്ങൾ വനങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ അച്ഛൻ നിങ്ങളൊക്കെ പോകും, നിങ്ങൾ പലതരത്തിലുള്ള വില്ലേജ് എക്സ്പോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ ചില വനമേഖലകളിൽ ആരും കാണാതെ വാടി വീഴുന്ന ചില പൂക്കളും ആരും ശ്രദ്ധിക്കപ്പെടാത്ത കൊച്ചു കൊച്ചു സസ്യങ്ങളൊക്കെയും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ വലിയ ഗാർഡനുകളിൽ ചെല്ലുമ്പോൾ എല്ലാ പൂക്കളെയും എല്ലാ സസ്യങ്ങളെയും കടത്തിരിക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ, മനസ്സിൽ നിന്ന് മാറാത്ത വലിയ വലിയ വ്യക്തിത്വങ്ങൾ, വലിയ വലിയ ജീവികൾ, സുന്ദരമായ കലാശില്പങ്ങൾ, മനോഹരമായ രമ്യഹർമ്മ്യങ്ങൾ, കണ്ണെടുത്താലും നോക്കി നിന്ന് പോകുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ, ഇവയൊക്കെയും നമ്മുടെ വിവിധങ്ങളായ സംസ്കാരങ്ങളിൽ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. താജ്മഹലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ പ്രണയ സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സ്നേഹത്തിന്റെ പ്രതീകമായി തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി വരും തലമുറകൾക്ക് മുഴുവനും എന്നും അതിശയത്തോടെ നോക്കി നിൽക്കുന്ന താജ്മഹല് ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ഭാരതത്തിന്റെ പേര് ലോകമെന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനെല്ലാം ഒരു നിയോഗമുണ്ട്. ഇതുപോലെ ഒരു നിയോഗം സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ വിവിധ മതസ്ഥരായ ആളുകളാണ്. ഭാരതത്തിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഐശ്വര്യം അതാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, അങ്ങനെ അനേക മതവിശ്വാസങ്ങളിൽപ്പെട്ടവരെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ആരാണുള്ളത്? ഒരേ ഒരാളുകൾ മാത്രമേ ഉള്ളൂ, അത് മനുഷ്യരാണ്. ആ മനുഷ്യരെ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കടന്നുപോയി, ബാക്കിയൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഓരോരോ നിയോഗങ്ങളുണ്ട്, ഓരോരോ അറിവുകളുണ്ട്, ഓരോരോ നിമിത്തങ്ങളുണ്ട്, ഓരോരോ പ്രത്യേക ജ്ഞാനമുണ്ട്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം. വിജ്ഞാനം നമ്മൾ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ കോളേജിൽ നിന്ന് വിജ്ഞാനം പഠിക്കുകയാണ്. പക്ഷെ നിങ്ങളെവിടെയും ശാന്തമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിച്ച് മന്ത്രിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ഒരറിവ് നിവേശനം ചെയ്ത് നൽകപ്പെടും. അത്തരം അറിവുകളുടെ നിവേശനം ലഭിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അത്തരം അറിവുകളെ നമ്മുടെ മുമ്പിലേക്ക് പകർന്നു തന്നിരിക്കുകയാണ് മഹാഭാരതം, രാമായണം, വിശുദ്ധ ബൈബിള്, പരിശുദ്ധ ഖുർആന്. അതുപോലെ ഏത് ഗ്രന്ഥങ്ങളിലേക്ക്, ഏത് മതഗ്രന്ഥങ്ങളിലേക്ക് കടന്നു പോയാലും ഭഗവത്ഗീത അല്ലേ, ഭഗവാന്റെ ഗീതയാണത്. ഇതെല്ലാം നമുക്ക് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം എന്താണ്? ജ്ഞാനം പകർന്നു നൽകുന്നു, വിജ്ഞാനം പഠിച്ച് കണ്ടെത്തുന്നു. ജ്ഞാനം കണ്ണടച്ച് നിയോഗമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നു വന്നിരിക്കുന്നു. ഈ പാച്ചല്ലൂർ എന്നാണ് ഈ സ്ഥലം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. തിരുവല്ലം പാച്ചല്ലൂർ എന്നൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടൊന്നും മറന്നു പോകില്ല. വലിയ നഷ്ടമാണ് ഈ പ്രദേശത്തിൽ നമ്മുടെ ദൈവത്തിലൂടെ നാക്കിയേക്കുന്നതെന്നൊക്കെ ആർക്കും. ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. അതിന് ഏറ്റവും വലിയൊരു അടയാളമാണ്. നമ്മൾ ആ വഴി പോകുമ്പോൾ നമ്മളൊക്കെ പരശുരാമ ക്ഷേത്രം, ഇന്ത്യ മുഴുവൻ നടന്നു നോക്കിയ വേറെ എവിടെയും പരശുരാമ ക്ഷേത്രങ്ങളുണ്ട്. വേറെയിൽ എന്നാണ്ട് 1-2 സ്ഥലങ്ങളിൽ കാണുമായിരിക്കും. ഞങ്ങളുടെയൊക്കെ സാറ് ഇസ്താഖ് സാറിന്റെ എല്ലാ കലകളും നടത്തി ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഗുരുവാണ്. അത് നിങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കാലത്ത് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ ഒരു പരശുരാമ ക്ഷേത്രമുണ്ട്. നിങ്ങൾ അതിൻ്റെ മുൻപിൽ ചെല്ലണം. അതെന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നൊക്കെ നമുക്ക് എന്തൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ തിരുവല്ലത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ കടലകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കേരളത്തിന്റെ ഉൽപ്പത്തി ചരിത്രവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആശയം അവിടെ കിടപ്പുണ്ട്. ആ ആശയത്തിന് ഈ പരശുരാമനുമായിട്ട് വലിയ ബന്ധമുണ്ട്. എന്തിനാണ് ഈ അച്ഛൻ ഓണ ദിവസം വന്നിട്ട് പരശുരാമന്റെ കാര്യം പറയുന്നത് എന്നല്ലേ? എന്തിനാണ് ഈ ഓണ ദിവസം വന്നിട്ട് പരശുരാമന്റെ കാര്യം പറയുന്നത് അല്ലേ? അതിന് പ്രത്യേക ആ ഉദ്ദേശമുണ്ട്. ഗോപാലരൂപന്റെ മാകാന്തനപ്പോൾ ശ്രീപാദജന്യം മുഴക്കി പതുക്കെ ഭൂപാലരംഗപ്രവേശം തുടങ്ങി പാപാപകാരി മഹാദേവ ശംഭോ. ഗോപാലരൂപന്റെ മാകാന്തനപ്പോൾ ശ്രീപാദജന്യം മുഴക്കി പതുക്കെ ഭൂപാലരംഗപ്രവേശം തുടങ്ങി പാപാപകാരി മഹാദേവ ശംഭോ. പാപത്തെ മുഴുവൻ ഹരിക്കുന്ന മഹാദേവൻ ശംഭു, മഹാദേവ ശംഭു എന്ന് പറയുമ്പോൾ ഈ പാപാപഹാരി ആയിരിക്കുന്ന ആള് എങ്ങോട്ടാണ് നടന്നത്? ഭൂപാലരംഗ പ്രവേശം. ഭൂപാലന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? മഹാരാജാക്കന്മാര്. കൗരവ രാജാക്കന്മാരും പാണ്ഡവ രാജാക്കന്മാരും എല്ലാം ഇരിക്കുന്ന സദസ്സിലൂടെ ശ്രീകൃഷ്ണൻ ശ്രീപാഞ്ചജന്യം മുഴക്കി പതുക്കെ ഭൂപാലരംഗ പ്രവേശം തുടങ്ങി പാപാപഹാരി മഹാദേവ ശംഭോ. പാപത്തെ ഹരിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു വലിയ സാന്നിധ്യമായിട്ട് ശ്രീകൃഷ്ണൻ ആ സദസ്സിലൂടെ കടന്നു പോകുന്നു. ഓണത്തിന് ഓർക്കേണ്ട കാര്യമാണിത്. എന്താണ് ഈ അച്ഛൻ ഞങ്ങളോട് പറയുന്നത് അല്ലേ? ഓണവും ശ്രീകൃഷ്ണനുമായിട്ട് തീർന്നു. അത് നമ്മുടെ സമയം തീരാൻ പോവുകയാണ്, പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ശ്രീകൃഷ്ണനും ഈ പരശുരാമനും ഈ വാമനനും നിങ്ങൾ ഓരോരുത്തരും വിവിധ മതത്തിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് ഹൃദയത്തിൽ പൂജിക്കുന്ന, നിങ്ങളുടെ ഓർമ്മ വയ്ക്കുന്ന നാളിന് തൊട്ടു മുമ്പ് തന്നെ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ നിഷ്ഠയോടുകൂടി നിങ്ങളുടെ ചെവികളിൽ മന്ത്രിച്ച് തന്നിരിക്കുന്ന ആ ദൈവമുണ്ടല്ലോ, ആ ദൈവാംശത്തിന്റെ പുനരാവർത്തനമാണ് ഇവരെല്ലാവരും. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇല്ലേ? അങ്ങനെ വരുന്ന 10 അവതാരങ്ങളിലൂടെ കടന്നു വരുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവാംശത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വലിയൊരു അവതാരമാണ് വാമന അവതാരം. ഈ വാമന അവതാരത്തിന്റെ ഓർമ്മ എന്തിനു നമുക്ക് നൽകുന്നു? സനാതന ധർമ്മം മുഴുവനും അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാനായിട്ട്, ആഘോഷമായിട്ട്, അനുഷ്ഠാനമായിട്ട് ഭാരതീയ മക്കളായ വിവിധ മതസ്ഥരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാറ്റി തീരെഴുതി വെച്ചിരിക്കുന്ന ഈ ഒസ്യത്ത്, അത് അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല എങ്കിൽ ദയവ് ചെയ്ത് അധ്യാപക വൃത്തിയിൽ നിന്ന് ചൊല്ലിട്ട് മാറിപ്പോകണം. നമുക്ക് യോജിച്ചതല്ല അത്. അധ്യാപകൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലെ ജ്വലിക്കുന്ന അവന്റെ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാനായി അവനൊരു പ്രത്യേക ജന്മം കൊടുത്ത ആ ജന്മത്തിന്റെ ഉദ്ദേശം എന്താ എന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളവരാണ്. നേരത്തെ വിഷണ്ണനായിട്ട്, അലസനായിട്ട്, വെറുതെ കർമ്മ യോഗ്യമല്ലാത്ത അവസ്ഥയിൽ തളർന്നു കിടക്കുന്ന അർജുനെ കൊട്ടിയേൽപ്പിച്ചിട്ട് പറയുകയാണ് ഇല്ലേ? വിവിധ മാർഗങ്ങളിലൂടെ, കർമ്മമാർഗങ്ങളിലൂടെ, ജ്ഞാനമാർഗങ്ങളിലൂടെ, ഭക്തിമാർഗങ്ങളിലൂടെ നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീ നിന്റെ സ്വധർമ്മം ചെയ്യുക. എന്താണ് സ്വധർമ്മം? തിന്മയെ ഇല്ലായ്മ ചെയ്ത് പ്രകാശത്തെ എവിടെ കൊണ്ടുവരിക, നന്മയെ എവിടെ കൊണ്ടുവരിക. ഗുരുക്കന്മാരാകാനുള്ളവരാണ് നിങ്ങൾ, ഗുരുജനങ്ങളാകാനുള്ളവരാണ്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ, പ്രകാശത്തെ കൊണ്ടുവരികയാണ്. ആ പ്രകാശത്തെ കൊണ്ടുവരുവാനായിട്ട് വന്നപ്പോൾ ആ പ്രകാശത്തിന്റെ അടയാളവും ലക്ഷണവും എല്ലാം ഒത്ത ഒരു രാജാവ് നമ്മുടെ മുമ്പിൽ വരുന്നു. അതാണ് മഹാബലി രാജാവ്. ആ മഹാബലി രാജാവിന്റെ പ്രവൃത്തിയുടെ പുണ്യം, അതിന്റെ പൂർണ്ണതകൾ കണ്ടപ്പോൾ അവിടെ ഒരു നിയോഗം വരികയാണ്. ആ നിയോഗം ഇതാണ്. നമുക്കറിയാം, പുരാണ കഥകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. അവിടെ അവസാനം ചെന്ന് ദൈവ സാന്നിധ്യത്തിൽ വിലയിക്കുമ്പോൾ ഈ ലോക മുക്തികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുപോലെ ഈ രാജാവ് തന്റെ പൂർണ്ണതയിലെ, നന്മകളുടെ പൂർണ്ണതയിൽ എത്തിയപ്പോൾ തന്റെ ഈ ലോക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് തനിക്ക് വേണ്ടി നിശ്ചയിച്ചു വെട്ടിയിരിക്കുന്ന ആ സൗഭാഗ്യത്തിന്റെ വേദനകളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം കടന്നു വിടുമ്പോഴും പ്രജകളോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ മക്കളെ വന്ന് കാണുവാൻ എനിക്ക് ഒരു അനുവാദം തരണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രധാന ആശയം നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടിട്ട്
മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ എവിടെ പ്രവർത്തിക്കാൻ പോകുന്നു, അവിടെ പ്രവർത്തിക്കുന്നത്, എന്ന് ജനിച്ചു മരിക്കുന്നത് വരെയുള്ള സമയം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നിയോഗം അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ബഹം ബ്രഹ്മാസ്മി അല്ലേ? അടുത്തു നിൽപ്പോൾ അഞ്ജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അദൃശ്യനീശ്വരനാ ഇല്ലേ? അദൃശ്യനായ അതിനെന്താശ്ചര്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ വിളങ്ങുന്ന മനുഷ്യന്റെ മുമ്പില് ദൈവത്തിന്റെ മുഖമാണ് തിളങ്ങുന്നത്. അപ്പോൾ എന്താണ്? നമ്മളെല്ലാവരും ദൈവങ്ങളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദൈവത്വത്തെ അതിന്റെ പൂർണ്ണതയില് കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരിലും നന്മയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തയുടെ, ഐക്യത്തിന്റെ, സാംസ്കാരിക സങ്കലനങ്ങളിലൂടെയുള്ള ദൈവാംശത്തിലൂടെയൊക്കെ പുതിയ ഒരു യുഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള വിളി, ഉൾവിളി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് മഹാബലിയുടെ സന്ദേശമാകുന്ന ഈ സന്ദേശം നമുക്ക് മനസ്സിന് നൽകുന്നത്. നമുക്ക് ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ആത്മാവില് ഇത് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാം. ഞാൻ ഒരു ശകല ഭാഗം കോവിതം മാവേലി എന്ന് പറഞ്ഞൊരു ഭാഗം ഈ തകർത്തോളം കാണാൻ എഴുതിയുണ്ടാക്കില്ല. ഞാൻ ഇതിലേക്ക് പോവുകയായിരുന്നു. 1993 എഴുതിയിട്ടുണ്ട്. അത് മുറ്റത്തെ മുല്ലയിൽ മുട്ടിട്ട മുല്ലപ്പൂ മുട്ടുകേളൊന്നിച്ചുണർന്നു നിൽക്കെ. കോവിതം മാവേലി എന്നാണ്. മുറ്റത്തെ മുല്ലയിൽ മുട്ടിട്ട മുല്ലപ്പൂ മുട്ടുകേളൊന്നിച്ചുണർന്നു നിൽക്കെ. പൊന്നോണക്കോടിയിട്ടോടിയണഞ്ഞ പൈതലോണപ്പൂ പോൽ പുഞ്ചിരിച്ചു. പൊന്നോണത്തിനൊരു പൂക്കളം തീർക്കുവാൻ ഓണപ്പൂ തേടി നടന്നു പൈതൽ. പൂമ്പാറ്റ പാറുന്ന നേരത്ത് പിന്നാലെ ഓടി നടന്നു തളർന്നു പൈതൽ. ഓണനാളോർമ്മയിൽ മാറാത്തതാകുവാൻ ആശിച്ച പൈതലും പാടിയേവം. പൊന്നോണം വന്നല്ലോ ഓടിക്കളിക്കണം, ഊഞ്ഞാലിലാടിത്തിമർത്തിടയണം. പൊന്നോണം വന്നല്ലോ ഓടിക്കളിക്കണം, ഊഞ്ഞാലിലാടിത്തിമർത്തിടയണം. പൂക്കൾ നിരത്തണം, പൂക്കളം തീർക്കണം, പൊന്നോണപ്പാട്ടുകൾ പാടിടേണം. ഓണത്തിലെത്തുന്ന മാവേലി മന്നന്റെ കൂടെ നടന്നോണം ഉണ്ടിടേണം. തകത്തോളം പറഞ്ഞാല് കൂടെ നടന്നോണം. അന്ന് 93 ഞങ്ങൾ എഴുതി വെച്ചു. കൂടെ നടന്നോണം ഉണ്ടിടേണം. ഓണത്തിനെത്തുന്ന മാവേലി മന്നന്റെ കൂടെ നടന്നോണം ഉണ്ടിടേണം. പൈതത്തൻ മോഹന മോഹീതം പൈതത്തൻ മോഹങ്ങൾ മോഹന ഗീതമായി പാടി രസിക്കും ആ പ്രത്യുഷത്തിൽ. മാവേലി മന്നവനോലക്കുട ചൂടി നിൽക്കുന്നു മുന്നിൽ പൂത്താലവുമായി. പൂത്താലം കണ്ടവർ പുഞ്ചിരി പൂത്തൂകിത്തൻ മാവേലിക്കൊപ്പം നടന്നു നീങ്ങി. പൂക്കൾ വിതറുന്ന മാവേലി തമ്പ്രാന്റെ താലത്തിൽ പൂക്കൾ പൊലിച്ചു പൊന്തി. പുഷ്പങ്ങൾ തൂകിപ്പും പട്ടു വിരിച്ചത് പാദങ്ങൾ ചേർക്കുന്ന മാവേലിയെ. ഓലക്കുട ചൂടിച്ചൊപ്പം നടന്നിട്ടും മാവേലി തമ്പുരാൻ മിണ്ടിയില്ല. പൂക്കൾ വിതറുന്ന മാവേലി തമ്പ്രാന്റെ താലത്തിൽ പൂക്കൾ പൊലിച്ചു പൊന്തി. പുഷ്പങ്ങൾ തൂകിപ്പും പട്ടു വരിച്ചത് പാദങ്ങൾ ചേർക്കുന്ന മാവേലിയെ. ഓലക്കുട ചൂടിച്ചൊപ്പം നടന്നിട്ടും മാവേലി തമ്പുരാൻ മിണ്ടിയില്ല. ആരോടും മിണ്ടാതെ മുന്നോട്ട് നീങ്ങുന്ന മാവേലി തമ്പുരാൻ ഓണനാട്. കൊച്ചു ചോദിക്കുകയാണ് മാവേലിയോട്. ആരോടും മിന്നാടെ മുന്നോട്ട് നീങ്ങുന്ന മാവേലി തമ്പുരാൻ ഓണനാട്. തെല്ലു ഇണക്കത്ത് മാവേലിയോടവൾ ചോദിച്ചു, മിണ്ടാത്തതെന്തേ തമ്പ്രാൻ? കൊഞ്ചിക്കുഴയുന്ന പിഞ്ചോമനകളെ കണ്ടിട്ടും മിണ്ടാത്തതെന്തേ തമ്പ്രാൻ? കൊച്ചു മാവേലിയോട് ചോദിക്കുകയാണ്. കൊഞ്ചിക്കുഴയുന്ന പിഞ്ചോമനകളെ കണ്ടിട്ടും മിണ്ടാത്തതെന്തേ തമ്പ്രാൻ? സദ്യയുണ്ടാക്കി കൈനീട്ടി വിളിക്കുന്ന നാട്ടാരെ കാണാത്തതെന്തേ തമ്പ്രാൻ? ഊഞ്ഞാലിലാടുന്ന പിഞ്ചു കിടാങ്ങൾ തൻ പുഞ്ചിരി തേടാത്തതെന്തേ തമ്പ്രാൻ? പൂത്തുമ്പി മാറുന്ന പൂത്തോട്ടം കണ്ടിട്ടും ചാഞ്ഞിരിക്കാത്തതിന്നെന്തേ തമ്പ്രാൻ? നാടൻ കളികളിൽ ആത്തുചരിക്കുന്ന നാട്ടാരെ നോക്കാത്തതെന്തേ തമ്പ്രാൻ? ഓലപ്പുഴയുമായി പിമ്പേ നടന്നു ഞാൻ എന്നിട്ടും മിണ്ടാത്തതെന്തേ തമ്പ്രാൻ? ഓലക്കുടയുമായി പിമ്പേ നടന്നു ഞാൻ എന്നിട്ടും മിണ്ടാത്തതെന്തേ തമ്പ്രാൻ?
മാവേലി തമ്പുരാനൊന്നുമേ മിണ്ടാതെ, മാവേലി തമ്പുരാനൊന്നുമേ മിണ്ടാതെ, പാതയിൽ പൂവാരി തൂകി നീങ്ങി. മണ്ണിൽ ചവിട്ടാതെ പൂവിൽ ചവിട്ടുവാൻ മാവേലിക്ക് ഈ വർഷം എന്തു പറ്റി? കൊച്ചു തന്നെ സ്വയം ചിന്തിക്കുക. മണ്ണിൽ ചവിട്ടാതെ പൂവിൽ ചവിട്ടുവാൻ മാവേലിക്ക് ഈ വർഷം എന്തു പറ്റി? മണ്ണിൽ ചവിട്ടാതെ പൂവിൽ ചവിട്ടുവാൻ മാവേലിക്ക് ഈ വർഷം എന്തു പറ്റി? മാവേലി തമ്പ്രാനും കേരള മക്കളും തോണമുണ്ടിടുവാൻ ഇഷ്ടമില്ലേ? ഞാൻ ഓർമ്മയിരിക്കാറുണ്ട്. ഇത് അയലത്തിൽ പോയിട്ട് യാത്ര പെട്ടെന്ന് പോയി ഇതും വിചാരിച്ചിട്ടില്ല. മാവേലി തമ്പ്രാനു കേരള മക്കളും തോണമുണ്ടിടുവാൻ ഇഷ്ടമല്ലേ? ഒന്നുമേ മിണ്ടാതെ മാവേലി മന്നവൻ ഓലക്കുട വാങ്ങി യാത്ര ചൊല്ലെ. പൊട്ടിക്കരയും പൈതലിൻ കണ്ണുനീർ സ്നേഹാൽ തുടച്ചിട്ടു ചൊല്ലിയേവം. ഒന്നുമേ മിണ്ടാതെ മാവേലി മന്നവൻ ഓലക്കുട വാങ്ങി യാത്ര ചൊല്ലെ. പൊട്ടിക്കരയും പൈതലിൻ കണ്ണുനീർ സ്നേഹാൽ തുടച്ചിട്ടു ചൊല്ലി. ഇപ്പൊ തീർന്നുവേ. സ്നേഹാൽ തുടച്ചിട്ടു ചൊല്ലിയേവം. ജാതിഭേദം മതദ്വേഷമില്ലാത്തയൻ നാട്ടിൽ നരത്തല്ലിച്ചോര വീഴ്ത്തിൽ. അച്ചുടു ചോരയിൽ പൊള്ളുമെൻ പാദങ്ങൾ പൊള്ളിയാരി മണ്ണിൽ വീണുപോം ഞാൻ. ജാതിഭേദം മതദ്വേഷമില്ലാത്തയൻ നാട്ടിൽ നരത്തല്ലിച്ചോര വീഴ്ത്തിൽ. അച്ചുടു ചോരയിൽ പൊള്ളുമെൻ പാദങ്ങൾ പൊള്ളിയാരി മണ്ണിൽ വീണുപോം ഞാൻ. ഓണത്തിനാളിനി വീതികൾ കാൺകനി പൂക്കളാലാവൃതമാണകീലം. ഓണത്തിനാളിനി വീതികൾ കാൺകനി പൂക്കളാലാവൃതമാണകീലം. നർത്തന മണ്ഡപമാക്കനീ വീതികൾ നന്മ തന്നോണം പുലർന്നിരട്ടെ. മാവേലി അവസാനം ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഓണത്തിനാളിനി വീതികൾ കാണുക. വീതികളല്ല, നമ്മുടെ മുറ്റവും പറമ്പും എല്ലാ മതസ്ഥരും എല്ലാ സ്ഥാപനങ്ങളും ഓണാഘോഷത്തിന്റെ പൂക്കളം നിറയ്ക്കുമ്പോൾ ഓണത്തിനാളിനി വീതികൾ കാണി പൂക്കളാലാവൃതമാണകീലം. നർത്തന മണ്ഡപമാക്കനീ വേദികൾ. ഇവിടെ ഉണ്ടായി വേദി നർത്തന മണ്ഡപമാക്കിക്കൊണ്ടാണ്. എത്ര ഭാവാത്മകമായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഈ കളരിക്കച്ചനെ വിളിക്കുമ്പോൾ ഞാൻ തോന്നില്ലായിരുന്നു എപ്പോൾ പാടുമ്പോഴും ഭാവത്തിന് പ്രാധാന്യപ്പെടുത്തും. പൂക്കളാലാവൃതമാണകീലം നർത്തന മണ്ഡപമാക്കനീ വേദികൾ നന്മ പുലർന്നിരട്ടെ. എനിക്ക് ഇത്രയും നൽകാനുള്ള സന്ദേശമുള്ളൂ. തകർത്തോണം. എങ്ങനെ തകർത്തോണം? നന്മതൻ ഓണം പുലരുന്ന ഒരു സന്ദേശമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ എല്ലായിടത്തും ആക്കിക്കൊണ്ട് ഈ ഓണം ഒരു സുന്ദര അനുഭവവും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലെ സംശയമില്ലാത്ത യാതൊരു ഭയവും കൂടാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു അനുഭവമാക്കി തീർക്കാൻ ഇന്നത്തെ ഈ വർഷത്തെ ഓണാഘോഷം നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ സാരഥികളുടെ സഹപ്രവർത്തകർ എന്ന് വില നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണത്തിന്റെ സന്തോഷം.